മീക പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിനകത്ത് ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു: നിന്റെ മതിലുകൾ പണിവാനുള്ള നാൾ വരുന്നു, അന്നാളിൽ നിന്റെ അതിർ അകന്നു പോകും. മതിലെന്നത് രക്ഷയുടെയും ദൈവിക സംരക്ഷണത്തിൻ്റെയും പ്രതീകങ്ങളായി വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മതിലുകൾ പണിവാനുള്ള നാൾ വരുന്നു എന്ന് പറയുമ്പോൾ മതിലുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ അത് തകർന്നു കിടക്കുകയാണ്. ഈ ഭാഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കുന്നത്, ഒന്നാമത്തെ ദൂത്, തകർന്നു കിടക്കുന്ന ചില മതിലുകളെ ദൈവം പണിയാൻ പോകുന്നു. 2, തകർന്നു കിടക്കുന്ന ചില മതിലുകളെ പണിയുവാൻ ദൈവം നിന്നെ ഉപയോഗിക്കുവാൻ പോകുന്നു. ജീവിതത്തിനകത്ത്, ശുശ്രൂഷാ മേഖലകൾക്കകത്ത്, കുടുംബത്തിനകത്ത്, ദേശത്തിനകത്തെല്ലാം തകർന്നു കിടക്കുന്ന ചില മതിലുകളെ ദൈവം വേഗത്തിൽ പണിയാൻ പോകും. മതിൽ പണിത് കഴിയുമ്പോൾ സംഭവിക്കുന്നത്, അടുത്ത വാക്യം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അന്നാളിൽ അതിർ അകന്നു പോകും. മതിൽ പണിയുമ്പോൾ അതിരുകൾ അകന്നു മാറും. പിശാച് വച്ചിരിക്കുന്ന, മനുഷ്യൻ വച്ചിരിക്കുന്ന ചില അതിരുകളെ ദൈവാത്മാവ് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ചിലത് അകന്നു മാറാൻ പോവുകയാണ്. ശുശ്രൂഷയിൽ, ഭാവിയോടുള്ള ബന്ധത്തിൽ, കുടുംബജീവിതത്തിനകത്ത്, ബിസിനസ്സിനകത്ത്, വിദ്യാഭ്യാസത്തിനോടുള്ള ബന്ധത്തിൽ എല്ലാം പിശാച് വച്ചിരിക്കുന്ന, മനുഷ്യൻ വച്ചിരിക്കുന്ന ചില അതിരുകളെ ദൈവാത്മാവ് ഇപ്രകാരം പറയുകയാണ്, അത് അകന്നു മാറാൻ പോവുകയാണ്. ഒരിക്കൽ കൂടി ഞാൻ ആ വചനം ആവർത്തിക്കാം: നിന്റെ മതിലുകൾ പണിയുവാനുള്ള നാൾ വരുന്നു, അന്നാളിൽ നിന്റെ അതിർ അകന്നു പോകും. വിശ്വസിക്കുക. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.